ഞാനിവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ് വേണം, ഒരു സവാള എടുത്തു, ഒരു ക്യാപ്സിക്കം എടുത്തു, 2 ചെറിയ പഴുത്ത തക്കാളിക്ക, ഒരെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി. നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതിനകത്ത് കാബേജ് എടുക്കാം, കുക്കുംബർ എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഐറ്റങ്ങളെല്ലാം എടുക്കാം. പച്ചക്കറിയുടെ എനിക്കിപ്പോൾ ഇത്രയുള്ള എൻ്റെ വീട്ടിലുള്ള ആവശ്യമായ സാധനങ്ങൾ. കാബേജ് എനിക്കില്ല, കുക്കുംബറും ഇല്ല. ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം നമുക്കിത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞുകൊണ്ട് വരാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഐറ്റങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിനകത്തോട്ട് കൂട്ടാം. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചതുണ്ട്, ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാൽ മതി. ക്യാപ്സിക്കം, സവാള, പഴുത്ത തക്കാളിക്ക, അല്പം ഉപ്പിടുവാണ്, ഇപ്പമേ ഇടുന്നുള്ളൂ. നമുക്ക് ഇനി മയോണൈസ് ചേർക്കാം. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കയറി ഒന്ന് കാണണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കുന്നു. എത്ര പച്ചക്കറി തിന്നാത്ത കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് അധികം ഇരിക്കുകയാണെങ്കിൽ ഈ പച്ചക്കറികളെല്ലാം കൂടി ഇങ്ങനെ ഇട്ടൊന്ന് പുരട്ടി ബ്രെഡിനകത്തോട്ട് വെച്ചിട്ട് ഇട്ടിളക്കി ഇതൊന്ന് തയ്യാറാക്കി വെക്കാം. ഇതിൻ്റെ ബ്രെഡിനകത്തിട്ട് നല്ല കട്ടിയുള്ള നല്ല ബ്രെഡ് വേണം. നല്ല ഇടയ്ക്ക് അലങ്ങാലെന്ന് പോകുന്ന ബ്രെഡ് കൊള്ളത്തില്ല. ഇതുകൊണ്ട് നല്ല കട്ടിയുള്ള ബ്രെഡ് വേണം. എന്നാലും നമുക്കിതൊന്ന് ഇതെങ്ങനെ എടുക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, എന്നാലും അരിവെല്ലാം ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ബ്രെഡിൻ്റെ എല്ലാം ഒന്ന് ഇങ്ങനെ തല്ലിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് നോക്കിയിട്ട് പിച്ചാത്തി കൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് കറുത്ത പോർഷൻ കട്ട് ചെയ്ത് കളയാം. തവ ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് തവയിൽ ഇതൊന്ന് വെച്ച് ചൂടാക്കി തിന്നാലും കുഴപ്പമില്ല. തവയെ വെച്ചൊന്ന് ചൂടാക്കി തിന്നാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്ക് വേണമെങ്കിലും തിന്നാം. ബാക്കിയുള്ള ബ്രെഡെല്ലാം നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കി തിന്നാൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മയോണൈസ് ഇട്ട് പച്ചക്കറി എല്ലാം കൂടെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.